അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവരും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവരും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ അങ്ങനെ അതും സംഭവിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയിലാണ്. ഞാനൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിൽ നിന്ന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം 2 വരിയെങ്കിലും കേട്ടല്ലോ എന്നുള്ളതിലാണ് സന്തോഷം. ഭഗവത്ഗീത ശ്ലോകം ശരിക്ക് ചൊല്ലിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ മോക്ഷം കിട്ടും എന്ന് പറയുന്നത് പോലെ അദ്വേഷ്ട സർവഭൂതാന മൈത്ര കരുണ ഏവച എന്നുള്ള 2 വരി ആ നാവിൽ നിന്ന് വീണപ്പോ സത്യത്തിൽ നമ്മളൊക്കെ അന്തം വിട്ട് നിൽക്കുക ചെയ്തത്. കാരണം ഒരിക്കലും പിണറായി വിജയനിൽ നിന്ന് അത്തരത്തിലൊരു ശ്ലോകം വരുന്നു വിചാരിച്ചതല്ല. ആരോ എഴുതി കൊടുത്തു, അത് വായിച്ചു, അതാണ്. അല്ല, അതിനപ്പുറം ഒന്നുമല്ല. അത് പഠിച്ചതോ ആധികാരികമായി മനസ്സിലാക്കിയതോ ഒന്നല്ല. പിണറായി വിജയൻ ഉദ്ദേശിച്ച അർത്ഥമല്ല അതിലുള്ളത്. അത് വേറെയാണ്, തല തിരിഞ്ഞിട്ടൊക്കെയാണ്. അതിന്റെ അടുത്തടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഒക്കെ വല്ല ആറ്റിലെറിയേണ്ടി വരും. കാരണം അത്രയും ബൃഹത്തായ ഭക്തിയുടെയും തലത്തിന്റെയും തത്വത്തിന്റെയും ഒക്കെ ഒരു ശാസ്ത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ ഗീത പറയുന്നത്. പക്ഷെ പിണറായി വിജയനെ കൊണ്ട് അത് പറയിച്ചുവെങ്കിൽ അത് കാലം ചെയ്യിച്ചതാണ്, അല്ലേ? പിണറായി വിജയനെ കൊണ്ട് അത് കാലം ചെയ്യിച്ചത്. ഇന്നിത് ചെയ്തേ പറ്റൂ. ഇതിനപ്പുറത്തേക്ക് ഇനി കിടക്കാൻ കഴിയില്ല. പിണറായി വിജയൻ ഇത് ചെയ്തേ പറ്റൂ. ഈ ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എത്തിയേ പറ്റൂ. പിണറായി വിജയനും പിണറായിന്റെ പാർട്ടിയും ഒക്കെ ഈ ഭാരതത്തിന്റെ സാംസ്കാരിക ധാരയിലേക്ക് വന്നേ പറ്റൂ. അതിന്റെ ഒരു തെളിവാണിത്. ഇനി അണികൾക്കും നാളെ അതാത് തലങ്ങളിൽ, ബൂത്തിലും വാർഡിലും എല്ലായിടത്തും ഭഗവത്ഗീത ശ്ലോകം ചൊല്ലേണ്ട അവസ്ഥ വരികയാണ്. ഇനിയിപ്പോ ചൊല്ലാതിരിക്കാനും പറ്റില്ല. ചിലവരൊക്കെ അതിനെ എതിർത്ത് നിന്നവർ പോലും ഇനിയിപ്പോ അത് ചൊല്ലിയേ പറ്റും. നമ്മുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ ഇനി എന്തായാലും ശ്ലോകങ്ങളും ഭഗവത്ഗീതയൊക്കെ ഇന്നിട്ട് വായിച്ചു തുടങ്ങേണ്ടി വരും, പഠിക്കേണ്ടി വരും. കാരണം എന്നിട്ട് ഓരോ സ്ഥലത്തും ചെന്നിട്ട് വളരെ താത്വികമായിട്ടൊക്കെ പറയണം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് ഇനി സഖാക്കൾ മുഴുവൻ എത്തുക എന്ന് പറയുമ്പോൾ സത്യത്തില് സനാതനധർമ്മത്തിന്റെ അല്ലെങ്കിൽ സനാതന ധർമ്മ സംസ്കാരം ഇവിടെ ഊട്ടിയുറക്കപ്പെട്ടു എന്നല്ലേ അതിനർത്ഥം, അല്ലേ? അപ്പൊ സത്യത്തിൽ ഈ കേരളത്തിന്റെ പ്രബലമായ ഒരു ശക്തി ഭഗവത്ഗീതയുടെ വഴിയിലേക്ക് വരുന്നു, അയ്യപ്പസ്വാമിയുടെ വഴിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സത്യമായിട്ടും അത് ഉൾക്കൊള്ളാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും കേരളം തനതായ ഭക്തിയുടെ ഒരു സാംസ്കാരിക തലത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് വോട്ടിനാണ്, അതിനാണ്, ഇതിനാണെന്നൊക്കെ നമുക്കൊക്കെ അറിയാം. വോട്ടിന് വേണ്ടിയിട്ട് അത് ചെയ്തതെന്നും അറിയാം. കാരണം പ്രബലമായ ഇസ്ലാമിക വോട്ട് കിട്ടില്ല എന്നുള്ള ബോധ്യം വന്നപ്പോ ആ ഹിന്ദു വോട്ടുകൾ എന്ന് സംഘടിപ്പിച്ചാലെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. സത്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ അടുത്തു പോയിട്ട് പരിസരത്ത് പോലും കൊണ്ടുവരരുത് എന്ന് നാട്ടിലെ സാധാരണ സഖാക്കൾ പറയുമ്പോൾ ആ സഖാക്കൾ അത് പറയുന്ന സമയത്ത് തൊട്ടടുത്ത് കൈ പിടിച്ച് നടന്ന് കൊണ്ടുപോയി അവിടെ വേദിയിൽ ഇരുത്തി എന്താ പറയാ ആശ്ലേഷിക്കുന്നതൊക്കെ കാണുമ്പോ എത്ര സഖാക്കൾക്ക് സഹിക്കുന്നു അറിയില്ല. പക്ഷെ എന്തായാലും ഇതൊക്കെ ഇവിടെ നടന്നേ പറ്റും. സനാതന ധർമ്മത്തെ ഊട്ടി ഉറപ്പിക്കാത്ത ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല. സനാതന ധർമ്മം തന്നെയാണ് അടിസ്ഥാനം. അതില്ലാത്ത ഒന്നിനും നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ സത്യമാണിത്. സനാതന ധർമ്മത്തെ എതിർക്കാൻ ശ്രമിച്ച സഖാക്കൾക്ക് ഇന്ന് സനാതന ധർമ്മത്തെ വാരി പുണരേണ്ടി വരുന്നുവെങ്കിൽ സിമ്പിൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ ഭഗവത്ഗീത ശ്ലോകവും സ്വാമി ശരണം വിളിയും നമ്മളെ ദേവസ്വം പ്രസിഡന്റ് ശരണം വിളിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടിയിട്ടൊക്കെയാണ് ശരണം വിളിച്ചത്. കാരണം ദൃഢമായ അയ്യപ്പനെ ഞാൻ എന്റെ കൈയിനുള്ളിൽ സ്വീകരിച്ചിരിക്കുന്നു, ഇനി എനിക്ക് കമ്മ്യൂണിസമോ മാറാപ്പോ അല്ല വേണ്ടത്, സനാതന ധർമ്മമാണ് വേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ആക്രോശിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. സത്യമാണ്, അതന്നെയല്ലേ വേണ്ടതും. എന്തായാലും എല്ലാവർക്കും ബോധം ഉണ്ടാവട്ടെ, ബോധോദയം ഉണ്ടാവട്ടെ. ഇങ്ങനെ കേരളം ഒരു സനാതന ധർമ്മ സംസ്കാരത്തിന്റെ
സുശീലമായി മാറട്ടെ എന്നുള്ളത് നമുക്കൊക്കെ പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കണം, അതാ വേണ്ടത്. ഓക്കെ, വളരെ സന്തോഷം. ഇതുപോലെയുള്ള അയ്യപ്പ സംഗമങ്ങളും ഇനി മഹാവിഷ്ണു സംഗമവും ഗുരുവായൂർ സംഗമവും ഒക്കെ നടത്തിയിട്ട് ശരിക്കും കേരളത്തിന്റെ തനതായ ആ സംസ്കാര തലത്തിലേക്ക് ഉയർത്താൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ള നല്ല പ്രാർത്ഥന മാത്രം. നമസ്കാരം, കാണാം വീണ്ടും.